പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നൂറുകണക്കിന് ജനം തടിച്ചുകൂടുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് തങ്ങളെ രക്ഷിക്കണം, തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയിൽ തിങ്ങിക്കൂടിയത്. 600ഓളം പേർ വരുന്ന ഒരു ഗ്രൂപ്പ് പശ്ചിമ ബംഗാളിൻ്റെ ജൻബായ്ഗുരി ജില്ലയിൽപ്പെടുന്ന ദക്ഷിണ ബെരുബാരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് BSF തടഞ്ഞു. അവരെ തിരിച്ചയച്ചു. പക്ഷെ തിരിച്ചയച്ചിട്ടും അവർ വീണ്ടും അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ കമ്പിവേലിക്കപ്പുറത്ത് നൂറുകണക്കിന് പേർ നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ കണ്ടുവെന്ന് പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാരണം ഇത് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം പുതിയ സർക്കാർ വരുമ്പോഴും ലഹള കയറുമ്പോഴുമൊക്കെ അനവധി പേർ അഭയാർത്ഥികളായി എത്തും. പണ്ട് അങ്ങനെ അല്ലാതെയുമൊക്കെ അഭയാർത്ഥികളായി എത്തിയവരാണ് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി ജില്ലയിൽ ഇന്ന് മൃഗീയ ഭൂരിപക്ഷമായി നിൽക്കുന്നതെന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മുഹമ്മദ് യൂനുസ് സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഈ കലാപം ശമിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിലാണ്. കൂടുതൽ BSFനെ അതിർത്തികളിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാളും ത്രിപുരയുമാണ് ബംഗ്ലാദേശുമായി അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്നത്. ആസാം പങ്കിടുന്നുണ്ട്, മിസോറാമുണ്ട്, മേഘാലയയുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ അതിർത്തി രക്ഷാ സേന സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കമ്പിവേലികളുണ്ട്. ഒപ്പം തന്നെ ബംഗാളിന് വേണ്ടി മാത്രം ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് ഈ അതിർത്തിയിൽ നിന്ന് കടന്നു വരുന്നവരെ അത്തരത്തിലുള്ള ഫോഴ്സാണ് ഇന്നലെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യമാക്കി നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ മടക്കി അയച്ചത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് ശക്തമായ ഒരു ഒഴുക്കായി വരാനും അതൊരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.